The concerned person and the person concerned. ഈ രണ്ട് ഫ്രേസസും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിൽ രണ്ടിലും ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ വാക്കുകൾ തന്നെയാണ്. പക്ഷേ എന്താണ് വ്യത്യാസം? ആ വാക്കുകൾ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി വ്യത്യാസം ഉണ്ട്. ഈ രണ്ട് ഫ്രേസസിൻ്റെയും മീനിങ് വളരെ വളരെ വ്യത്യാസം ഉണ്ട്. ദ കൺസേൺഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സംവൺ ഹു ഈസ് വറീഡ് ഓർ ആങ്ഷ്യസ് എന്നാണ്. വല്ലാതെ വറി ചെയ്തിരിക്കുന്ന, ആശങ്കപ്പെട്ടിരിക്കുന്ന ആൾ എന്നാണ് അതിൻ്റെ മീനിങ്. ദ പേഴ്സൺ കൺസേൺഡ് മീൻസ് ദ സ്പെസിഫിക് ഇൻഡിവിജ്വൽ ഇൻവോൾവ്ഡ് ഇൻ ഓർ എഫക്റ്റഡ് ബൈ എ സിറ്റുവേഷൻ എന്നാണ്. ഒരു പ്രത്യേക സിറ്റുവേഷൻ ഏത് വ്യക്തിക്കാണോ ബാധകമായിട്ടുള്ളത്, ഏത് വ്യക്തിക്കാണോ അതിൽ ഉത്തരവാദിത്വമുള്ളത്, അതല്ലെങ്കിൽ ഏത് വ്യക്തിയാണോ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, അതാണ് ദ പേഴ്സൺ കൺസേൺഡ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. എ കൺസേൺഡ് നൈബർ റിപ്പോർട്ടഡ് ദ പ്രോബ്ലം എന്ന് പറയുമ്പോൾ വറി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആശങ്കപ്പെട്ടിരിക്കുന്ന നൈബർ, അയൽക്കാരൻ, അയൽവാസി എന്താണ്? റിപ്പോർട്ടഡ് ദ പ്രോബ്ലം, ആ ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്തു. ദ കൺസേൺഡ് പേഴ്സൺ കോൾഡ് ദ പോലീസ് ഇമ്മീഡിയറ്റ്ലി. ആശങ്കപ്പെട്ടിരിക്കുന്ന ആ ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ചു. ദ കൺസേൺഡ് പേരൻസ് ഹാവ് റിക്വസ്റ്റഡ് എ മീറ്റിംഗ് എബൌട്ട് ദ ന്യൂ സ്കൂൾ പോളിസി. പുതിയ സ്കൂൾ പോളിസിയെപ്പറ്റി, സ്കൂളിലെ പുതിയ പോളിസിയെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു മീറ്റിംഗ് വേണമെന്ന് പേരൻസ്, രക്ഷാകർത്താക്കൾ റിക്വസ്റ്റ് ചെയ്തു. അത് എങ്ങനെയുള്ള പേരൻസ് ആണ്? ദ കൺസേൺഡ് പേരൻസ്, വറീഡ് ആയിട്ടുള്ള പേരൻസ് എന്നാണ് അവിടെ മീനിങ്. ഇനി ദ പേഴ്സൺ കൺസേൺഡ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത്? നോക്കൂ. ദ മാനേജർ വിൽ സ്പീക്ക് ഡയറക്ട്ലി ടു ദ പേഴ്സൺ കൺസേൺഡ് എബൌട്ട് ദ മിസ്റ്റേക്ക്. ആ മിസ്റ്റേക്ക് ആർക്കാണോ ബാധകമായിട്ടുള്ളത്, അല്ലെങ്കിൽ ആരാണോ അതിന് ഉത്തരവാദിയായിട്ടുള്ളത്, ആ പേഴ്സണെ, ആ വ്യക്തിയുമായിട്ട് മാനേജർ ഡയറക്റ്റായിട്ട് സംസാരിക്കും, നേരിട്ട് സംസാരിക്കും എന്നാണ് ആ സെൻറ്റൻസിൻ്റെ മീനിങ്. ദ മാനേജർ വിൽ സ്പീക്ക് ഡയറക്ട്ലി ടു ദ പേഴ്സൺ കൺസേൺഡ് എബൌട്ട് ദ മിസ്റ്റേക്ക്. ഇനി വേറൊരു സെൻറ്റൻസ് കൂടി നോക്കൂ. പ്ലീസ് ഫോർവേഡ് ദിസ് ഇമെയിൽ ടു ദ പേഴ്സൺസ് കൺസേൺഡ്. ആർക്കൊക്കെയാണ് ബാധകമായിട്ടുള്ളത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, അവർക്കൊക്കെ ഈ ഇമെയിൽ ഫോർവേഡ് ചെയ്യൂ എന്നാണ് അതിൻ്റെ മീനിങ്. ദ കൺസേൺഡ് പാരൻസ് were waiting outside the hospital. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദ കൺസേൺഡ് പാരൻസ്, ആശങ്കപ്പെട്ടിരിക്കുന്ന പാരൻസ് എല്ലാവരും ഹോസ്പിറ്റലിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു. ദ കൺസേൺഡ് പാരൻസ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. ദ ടീച്ചർ സ്പോക്ക് ടു ദ പാരൻസ് കൺസേൺഡ്. ഏതൊക്കെ പേരൻസ് ആണോ ആ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അവരുമായി ടീച്ചർ സംസാരിച്ചു എന്നാണ്. ദ ടീച്ചർ സ്പോക്ക് ടു ദ പാരൻസ് കൺസേൺഡ്. ചൂസ് ദ കൺസേൺഡ് പേഴ്സൺ ഓർ ദ പേഴ്സൺ കൺസേൺഡ്. ദ പോലീസ് ക്വസ്റ്റ്യൻഡ് blank after the accident. The police questioned the person concerned. Next one, blank. Citizens gathered to clean the park. ഇവിടെ എന്താണ് വേണ്ടത്? The concerned citizens gathered to clean the park. Thank you.